കഴിഞ്ഞു കേട്ടോ. ഇപ്പം കഴിയുവേ. ഇപ്പം കഴിയും. ഓക്കെ, കഴിഞ്ഞു കേട്ടോ. ഗുഡ്. താങ്ക് യു ഡോക്ടർ. ഓക്കെ, വെൽക്കം. പോര് പോര്. ആരാ ദുബായിലെ ജോലി പോയല്ലേ? പോയതല്ല, കളഞ്ഞതാ. ഓ, കുക്കിക്ക് വാക്സിൻ എടുത്തോ അമ്മ? അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇതെന്താ കാർ എടുത്തില്ലേ? ആ കാരവൻ എടുക്കില്ലല്ലോ. ശ്ശേ. കുക്കി എവിടെ? എവിടെ പോയത്? അച്ഛൻ അതിനെ കൊണ്ട് കളഞ്ഞോ? ഇതിലുണ്ടായിരുന്നേ. പിന്നെ എവിടെ പോയി? ഓ, ആ ജംഗ്ഷനിൽ ഒരു കാറുകാരന് വഴി പറഞ്ഞു കൊടുക്കാൻ നിർത്തിയിരുന്നു. അപ്പ ചാടിപ്പോയതായിരിക്കും. ഇപ്പൊ പിടിച്ചോണ്ടിരാം. കണ്ണുരുട്ടണ്ട, കൊണ്ടുവരാന്ന് പറഞ്ഞാ കൊണ്ടുവരാം. നീ പോയി ഡ്രസ് മാറും, അത് പോവൊന്നുമില്ല. ഹലോ, പോലീസല്ലേ? അപ്പു ഒന്ന് എന്തെങ്കിലും കഴിക്കേ. ഫുഡ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ കുക്കിയെ തിരിച്ചു കിട്ടുമോ? അച്ഛനൊരു ശ്രദ്ധ കുറവ് പറ്റി. ഐ എം സോറി. ഒരു പട്ടിക്കുഞ്ഞല്ലേ, അതിനേക്കാൾ നല്ല ഒരെണ്ണത്തിന് നമുക്ക് വേറെ വാങ്ങാം. എന്നെയാണ് കാണാതായതെങ്കിൽ അച്ഛൻ വേറൊരെണ്ണത്തിന് വാങ്ങി അമ്മയ്ക്ക് കൊടുക്കോ? നിന്നെ പോലെയാണോ പട്ടിക്കുഞ്ഞ്? അച്ഛന് ഞാൻ എങ്ങനെയാണോ അതുപോലെ എനിക്ക് കുക്കി. യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്. അച്ഛൻ അറിയാതെ പറ്റിയതല്ലേ മോളെ? അറിഞ്ഞോണ്ട് തന്നെയാ, എനിക്ക് ഉറപ്പാ. ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതല്ലേ അതിനെ എവിടെ കൊണ്ട് കളയുന്ന. ഒരു ചാൻസ് കിട്ടിയപ്പോൾ അതങ്ങ് ചെയ്തു. ദൈവമേ, ഏത് നേരത്താണാവോ അതിനെ കുത്തിവെക്കാൻ കൊണ്ടുപോകാൻ തോന്നിയത്? എൻ്റെ ജോലി ആകെ ഒരു 2 മിനിറ്റാണ് ആ സ്കൂട്ടറിൽ നിന്ന് നിർത്തി കാറുകാരനുമായിട്ട് സംസാരിച്ചത്. അതിനിടയിൽ ചാടി പോകുന്ന ആരെല്ലാം വിചാരിച്ചോ? എന്തിനാ സ്കൂട്ടർ കൊണ്ടുപോയേ? കാറുണ്ടായിരുന്നില്ലേ ഇവിടെ? അതെടുക്കില്ല. ഈഗോ. അമ്മയുടെ സ്വത്തല്ലേ. നിർത്തേ. കുറെ നേരമായി തുടങ്ങിയിട്ട്. മനുഷ്യൻ ഇവിടെ 100,000 കൂട്ടം കാര്യങ്ങളായിട്ട് ഓടി കിടക്കുമ്പോഴാണ് അവളുടെ ഒരു പട്ടിപ്രേമം. എനിക്കതിന് ഇഷ്ടമല്ല. വൃത്തികെട്ട ജന്തു. ഞാൻ തന്നെ അതിനെ കൊണ്ടുപോയി കളഞ്ഞത്. അതങ്ങ് സമ്മതിച്ചാ മതി. ആ, സമ്മതിച്ചു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞാൻ. എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. അപ്പോഴേ രണ്ടുപേരും കൂടി ഞാൻ കടിച്ചു കീറുന്നത്. ഇനി ഞാൻ പറയുന്നില്ല. കാര്യം എന്താന്ന് പറ ജൂലി. നിനക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറയുമ്പോൾ അത് എനിക്കും കൂടി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? എനിക്കിന്ന് PSCയുടെ മെമ്മോ കിട്ടി. ജോലിക്ക് ജോയിൻ ചെയ്യാൻ. ഇതല്ലേ ആദ്യം പറയേണ്ടിയിരുന്നത്. എവിടെയാ പോസ്റ്റിംഗ്? വയനാട് കളക്ടറേറ്റിൽ. പക്ഷെ ഞാൻ പോകുന്നില്ല. അതെന്താ? ഞാനിവിടെ ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെ അടി കൂടുന്ന അച്ഛനെ മോളെ മാത്രമാക്കിയിട്ട് ഞാൻ എങ്ങനെ പോകും? അല്ല, അതിപ്പോ ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ഒരു ഗവൺമെന്റ് ജോലി എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു. എൻ്റെ ഫാമിലിയുടെ മുമ്പിൽ ഞാൻ ചൂസ് ചെയ്ത ലൈഫ് ശരിയായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രൗഡ് മൊമെന്റ്. എനിക്കതിനുള്ള യോഗ ഇല്ലാന്ന് വിചാരിച്ചോളാം. ജോലി, ഞാൻ മോളോട് വഴക്കിട്ടതൊക്കെ നിനക്ക് ഈ ജോലിയെ വേണ്ടാന്ന് വെക്കാനുള്ള റീസണാണ്. ഒരു വർക്ക്ഷോപ്പുകാരൻ്റെ കൂടെ പോയതുകൊണ്ട് പല സ്ഥലത്തും നീ ഒതുങ്ങി പോയിട്ടുണ്ട്. PSCയുടെ റാങ്ക് ലിസ്റ്റിൽ അവസാനത്തെ ചാൻസ് ആയിട്ട് ലോട്ടറി പോലെ ഇപ്പോൾ കിട്ടിയ അപ്പോയിൻമെൻറ്റേ അതിനൊക്കെ ഉള്ളൊരു മറുപടിയാണ്. അത് മാത്രമല്ല നന്ദേട്ട, ഇത്രയും കാലത്തിനിടയ്ക്ക് എത്ര ദിവസം നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളത്.
ഇനി എപ്പോഴാ? ജോലിയേക്കാളും എനിക്ക് വലുത് നമുക്കിപ്പോൾ ഉള്ള ഈ സെക്യൂരിറ്റിയും നമ്മുടെ ഈ ചെറിയ ലോകമൊക്കെ തന്നെയാണ്. അത് മതി എനിക്ക്. ഒക്കെ ശരിയാണ്. നമുക്ക് ഈ ജോലി ഒരു എക്സ്ട്രാ ഇൻകമായിട്ട് കാണണ്ട. നിന്റെ ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ്, നിന്റെ അഭിമാനമാണ്. ജോലി സ്ഥലം കുറച്ച് ദൂരെയാണെന്നല്ലേ ഉള്ളൂ. ഇങ്ങോട്ടേക്കൊരു ട്രാൻസ്ഫർ കിട്ടിയ പ്രശ്നം തീർന്നില്ലേ? എന്തായാലും ഈ ജോലി കളയാൻ ഞാൻ സമ്മതിക്കില്ല. മധുര സൂപ്പർ മാർക്കറ്റ് സ്റ്റാൻഡിനടുത്ത് വൈക്കം തലയോലപ്പുറമ്പ് ഏറ്റുമാനൂർ കോട്ടയം കുമളി കമ്പം കണ്ടൽ ഉസ്ലാപ്പറ്റ വഴി പോകുന്ന മധുര ബസ് സ്റ്റാൻഡിനടുത്ത്. ഒരു ടാക്സി വിളിക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പോഴും ലേറ്റായിട്ടൊന്നുമില്ല. ഒരാൾക്ക് മാത്രം പോകാൻ എന്തിനാ ടാക്സി? മാത്രമല്ല ഇതാ സേഫ്. എന്നാലും ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ഇങ്ങനെ മോക്ക് എക്സാം ആയതുകൊണ്ടല്ലേ. സേവറെങ്കിലും ആൻറ്റി ഞാൻ ചെല്ലുമ്പോഴേക്കും ബസ് സ്റ്റേഷൻ ഉണ്ടാവും. ഒരു പേടിയും വേണ്ട. അച്ഛൻ എന്തെങ്കിലും വഴക്കിട്ട നേരെ ഫോൺ എടുത്ത് എനിക്കൊരു വോയിസ് നോട്ട് ഇട്ടാൽ മതി. ദൂരെയാണെങ്കിലും നിന്റെ അച്ഛനെ നിലയ്ക്ക് നിർത്താനുള്ള മരുന്നൊക്കെ അമ്മയുടെ കയ്യിലുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യനുമായ ദൈവമേ, സമൃദ്ധമായി ജീവൻ നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. അമ്മേനെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. ഫോൺ എടുക്കാൻ പോയിട്ട് ശ്വാസം വിടാൻ പോലും സമയമില്ല. അങ്ങനെ ഓഫീസ് ടൈമൊന്നും ഇല്ല. ചിലപ്പോൾ സന്ധ്യയാകും തിരിച്ചു പോവാൻ. അപ്പൊ വയനാട് പ്രകൃതി രമണീയാന്നൊക്കെ പറഞ്ഞിട്ട് പ്രകൃതി രമണി. ഇവിടെ വന്നിട്ട് ആകാശം പോലും ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. ബോംബിന്റെ കൂടെ വെക്കുന്ന ആ ക്ലോക്കില്ലേ, അതേപോലെ സമയം പറക്കുന്നത്. എൻ്റെ അമ്മോ, സർക്കാർ ഓഫീസിന്റെ ഒരഴപ്പും ഇവിടെ നടക്കത്തില്ല. എൻജോയ് യുവർ ഡ്രീം അമ്മ. പ്രയർ കഴിഞ്ഞ് ആരാ നിന്നെ ഡ്രോപ്പ് ചെയ്യാ? അച്ഛൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയറി മിൽക്ക്. ചേച്ചി ഇതിന്റെ പാറ്റേൺ മാറ്റിയായിരുന്നോ? എന്തേ? അല്ല, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാനാ. പുള്ളി എൻ്റെ നമ്പർ അറിയാതെ ബ്ലോക്ക് ചെയ്തു പോയി. പിന്നെ വാട്സാപ്പിൽ വിളിക്കണം. അതും ബ്ലോക്കായി. ഇൻസ്റ്റഗ്രാം അതും. മനസ്സിലായി. അറ്റക്കുട്ടി നാണില്ലാത്തവനെ ഒരാൾ ബ്ലോക്ക് ചെയ്താൽ പിന്നെ പറയാൻ നടക്കരുത്. അയ്യ, ഇതങ്ങനെ ശത്രുത ഉണ്ടായിട്ടൊന്നുമല്ല. ഞങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിയാതെ ഐ ലവ് യു പറഞ്ഞു. അറിയാതെ ഐ ലവ് യു. യെസ്. നമ്പർ പറ. 9895133776. എന്താടാ ഇതൊന്ന് നിർത്തി പറ. 9895133776.
ഹലോ, ഹായ് അപർണ. ഞാൻ സംഗീത, മോളുടെ കട്ട ഫാൻ രോഹിതിൻ്റെ ചേച്ചിയാണ്. കട്ടയില്ലേ? ഞാൻ അവനൊന്ന് ഫോൺ കൊടുക്കാം. ഓവർ ആക്കില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഹലോ. ഓ വീട്ടുകാരെ ഇറക്കി കളിക്കുകയാണോ? അത് ബ്ലോക്ക് ചെയ്ത ഷോക്കിൽ ഞാനങ്ങ് ഇല്ലാണ്ടായി. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി. വെറുതെ സമയം കളയണ്ട രോഹിത്ത്. ഞാൻ ലേശം ഓൾഡ് സ്കൂളാ. ഓൾഡ് സ്കൂളാ? ഇതൊക്കെ വേസ്റ്റ് ഓഫ് ടൈമാ. സമയമാകുമ്പോൾ എൻ്റെ ഇഷ്ടം നോക്കി അച്ഛനും അമ്മ എനിക്ക് കുറേ ഓപ്ഷൻസ് തരും. അപ്പോൾ ഐ പിക്ക് ദ ബെസ്റ്റ് ഫ്രം ദം. സിമ്പിൾ അല്ലേ? അതിലും ബെസ്റ്റ് ഞാനാണെങ്കിലോ? അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടി തോന്നണ്ടേ? ഇന്ന് മുതൽ അവർ ഇമ്പ്രസ് ചെയ്യാനുള്ള ശ്രമം ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. അമ്മ ഇമ്പ്രസ് ചെയ്യാൻ ഇനി വയനാട് വരെ പോകേണ്ടി വരും. അച്ഛൻ ഇവിടെ ഉണ്ട്. കാണുമ്പോൾ സോഫ്റ്റാ, പക്ഷെ ആളിത്തിരി ടെററാ. ടെറർ സോഫ്റ്റ് ആക്കിയാൽ പോരെ? ഏതൊരു ഫാദറിൻ ലോയും കൊതിക്കുന്ന സണ്ണിൻ ലോ ആയിരിക്കും ഞാൻ. എന്നാ സണ്ണിലോ ചെല്ല്, എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്. അയ്യോ വെക്കില്ല. എപ്പോഴും ചേച്ചിയുടെ ഫോൺ കിട്ടത്തില്ല. ലേശ അഹങ്കാരിയ. സോ പ്ലീസ് ഒന്ന് അൺബ്ലോക്ക് ചെയ്യോ? ആലോചിക്കാം. കുഴപ്പമില്ലാതൊക്കെ പോണു. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗ്രോത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ നല്ലത് തിരിച്ചറിയാൻ നമ്മുടെ മലയാളികൾക്ക് അറിയാം സർ. ഇത്തിരി ക്ഷമയോടുകൂടി കാത്തിരിക്കണം എന്ന് മാത്രം. നന്ദൻ, പ്രവാസി മല്ലിപ്പൊടി ഉണ്ടോ? അരുണിനോട് ഞാൻ പറഞ്ഞിരുന്നു ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കണ്ടോളാം. ശരി നന്ദൻ, അങ്ങനെ ആവട്ടെ. ചേട്ടി പ്രവാസി മുളക് പൊടി എവിടെയാ? എന്താ മേട്ടാ പോയാ? ഞാൻ വരുന്ന വെയിറ്റ് ചെയ്യാൻ പറയാറുന്നില്ലേ? പോണെങ്കിൽ പോട്ടെ. ആ ഡെസ്പാച്ചിലെ മുരളിയെ പാക്കിങ്ങിൽ നിർത്ത്. ഓ നന്ദി കെട്ട വർഗങ്ങൾ. എന്തൊരു സാറേ? ഫാക്ടറിയിലൊരു പയ്യൻ കമാന്നൊരു അക്ഷരം പറയാതെ മുങ്ങിക്കളഞ്ഞേ. ഈ നാട്ടുകാർക്ക് ഒരു ഗുണമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ജോലിക്ക് വെച്ചത്. പക്ഷെ ആത്മാർത്ഥത എന്ന് പറഞ്ഞൊരു സാധനം ഒരെണ്ണത്തിനില്ല. നമ്മളിവിടെ മറുനാട്ടുകാരെ പണിക്ക് വയ്ക്കാറുള്ളൂ. അതാ ബെസ്റ്റ്. ഇനി വല്ല ബംഗാളികളോ ബീഹാറികളോ പണി അന്വേഷിച്ചോട് വരികയാണെങ്കിൽ ഒന്നങ്ങോട്ടേക്ക് അയച്ചേക്കണേ. ഇതാ സാറ് വെച്ച പ്രവാസി. പ്രവാസിയോ? ഏത് പ്രവാസി? ഞാൻ ചോദിച്ചില്ല. അവിടെ തന്നെ കൊണ്ട് ചോദിച്ചു. അക്ഷയ സൂപ്പർ മാർക്കറ്റ്, ഇരുമ്പ് പാലം ആലപ്പുഴ. ആ രാജീവും സൂരജൊക്കെ ഇവിടെ. അവർ രണ്ടുപേരും ലീവാക്കിന്ന്. അവരേതോ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണമെന്നും പറഞ്ഞു. അപ്പം ആലപ്പുഴയ്ക്കുള്ള ലോഡ് പോയത് തന്നെ. ഈ പെങ്ങന്മാരും ഫ്രണ്ട്സും ഒന്നും ഇല്ലാത്ത ആൾക്കാരെ ജോലിക്ക് വെച്ചൂടെ? അല്ല, അത് പറയാനാണ് ഞാൻ വന്നത്. പുറത്തെ ഒരു ബംഗാളി പയ്യൻ വന്നിട്ടുണ്ട് ജോലി അന്വേഷിച്ചിട്ട്. ആളെങ്ങനെയുണ്ട്? കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. രാമേട്ടൻ ഹിന്ദിയിൽ എങ്ങനെയാ? ഹിന്ദിയിൽ ഞാൻ മോശം. ഞാനും മോശം. എന്നാലും വിളിക്കേ. അതെ, പുറത്തൊരു പയ്യൻ നിൽക്കുന്നുണ്ട്. അവനെ വിളിച്ച അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ ഓണർ. നമസ്തേ സാർജി. അത് വേണ്ട. क्या नाम है मेरा? मेरा नाम रबींद्र चट्टोपाध्याय. हाँ. यहाँ പിന്നെ बड़ा बड़ा काम है. जी साहब, कोई मुश्किल नहीं है. मुझे तुझे എന്തായാലും പറയാ മറ്റേ मुझको കുറച്ച് മലയാളം അറിയും സാർ. സോ പ്ലീസ് ഡോണ്ട് വെറി. ഓ അത് നന്നായില്ല. നിന്നെ കണ്ട ഒരു പണിയെടുക്കുന്ന ലക്ഷണം ഇല്ലല്ലോ. ആക്ച്വലി ഐ എം എ സ്റ്റുഡൻറ്റ്. ഡോക്ടർ ആകണം എനിക്ക്. ഓ मेडिकल एंट्रेंस रिपीट ना. मेरा पिताजी एक शॉप से सिक्योरिटी है. उसका पास पैसा नहीं है तो फीस അടക്കാൻ കൊടുക്കാൻ. സോ ഐ ബാഡ്ലി നീഡ് എ ജോബ് സാർ. ഗുഡ് വെരി ഗുഡ്. ഇനിയും കുറേ സ്വപ്നങ്ങളുണ്ട് സാർ. അതെന്തൊക്കെയാ? MBBS കഴിഞ്ഞ് സിവിൽ സർവീസ് പോകണം. ഓ അപ്പൊ ചെറിയ സ്വപ്നങ്ങളൊന്നും അല്ല. ഇതിലും വലിയ ബഡാ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് സാർ. അതെന്താ ബഡാ സ്വപ്നം? അത് IAS കഴിഞ്ഞ് MBBS കഴിഞ്ഞ് ആപ്കാ സാത്ത് ബോലേഗാ. MBBS IAS അവിടെ ഇരിക്കട്ടെ. ഇവിടുത്തെ പണികളിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ പിന്നെ നിന്റെ ബംഗാളി ചെന്നിട്ട് നിനക്ക് ബോധം തിരിച്ചു കിട്ടും. അത് സംശയം. നിന്റെ പേരെന്താ പറഞ്ഞു? രബീന്ദ്ര ചതോപാധ്യായ. അപ്പൊ ചതോപാധ്യക്ക് ഇവിടുത്തെ പണികൾ ഓരോന്നായിട്ട് കാണിച്ചു കൊടുത്തേ. വാങ്കത്തം. തമിഴോ? ഈ മലയാളം അറിയാത്ത ആരോടും സംസാരിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഭാഷ തമിഴാണ്. വാങ്കത്തം. ഒരു മിനിറ്റ്. ഇനി அது முதல்ல இதெல்லாம் பேக் பண்ணு.
ഉറങ്ങിക്കൊണ്ട് പഠിക്കുകയായിരിക്കില്ലേ? കണ്ണടഞ്ഞു പോയതറിഞ്ഞില്ല. ജ്യൂസ് കുടിക്കേ, ഉറക്കക്ഷീണം മാറട്ടെ. അടുത്ത വർഷം നമുക്കൊരു ഇന്ത്യ ടൂർ പോണേ. എങ്ങോട്ടാ? ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കൊന്നുമല്ല, ഓരോ സ്ഥലങ്ങളിലും കുട്ടികൾ എത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, പഠിക്കുന്നത്, ഇതൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ. ഇന്ന് ഫാക്ടറിയിലൊരു ബംഗാളി പയ്യൻ ജോയിൻ ചെയ്തു. കഷ്ടപ്പെട്ട് കുടുംബം പുലർത്താൻ വേണ്ടി മാത്രമല്ല, അവന് പഠിച്ച് ഒരു ഡോക്ടർ ആവണം. അതിനുള്ള പൈസ അവൻ തന്നെ ജോലി ചെയ്തുണ്ടാക്കുക. പോക്കറ്റ് മണി തന്നാ മതി, ക്ലാസ് കഴിഞ്ഞ് ഞാനും വരാം ജോലിക്ക്. നിനക്ക് തമാശ. അവൻ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. MBBS കഴിഞ്ഞിട്ട് അവന് സിവിൽ സർവീസിന് പോകണമെന്ന്. മഞ്ഞപ്പൊടിയുടെ മുളക് പൊടിയുടെ ഇടയ്ക്കിടന്ന് കിട്ടുന്ന സമയമൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുക കുട്ടി. ആഗ്രഹങ്ങളാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഫയർ. അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവനൊരു നല്ല നിലയിലെത്തുന്നത്. ഇയാളുടെ പേരെന്താ? രവീന്ദ്ര ചതോപാധ്യായ. ടാഗോറിന്റെ നാട്ടുകാരനല്ലേ, ആ ഓർമ്മക്കിട്ട പേരായിരിക്കും. അതിൻ്റെ ഒരു ഐശ്വര്യമുണ്ട്. കുടിച്ചോ, എന്നിട്ട് പഠിച്ചോ. ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ദുബായ് ചായ ഉണ്ടാക്കി തരാം. ദുബായ് ചായ തന്നെ കുടിച്ചാൽ മതി. എനിക്കിതേ ഓട്ടം ഉണ്ട്, രാത്രി കാണാം. ഒരു ഞായറാഴ്ചയെങ്കിലും റെസ്റ്റ് എടുക്കണത്. കഴിഞ്ഞ ആഴ്ച മുഴുവൻ റെസ്റ്റ് ആയിരുന്നു. അച്ഛൻ. These are my friends. മാൻസി ബെസ്റ്റ് ഫ്രണ്ട്. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ ബാക്കിയുള്ളവർ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലാന്നല്ലോ, എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ. അല്ല, നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുറമേ ഫുഡ് എന്തെങ്കിലും മേടിപ്പിച്ചേനെ. ഇല്ല സാർ, ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ച് ചെറിയൊരു ഹൗസ് പാർട്ടി ആയിരുന്നു. കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. അത് നെക്സ്റ്റ് വീക്ക് അങ്കിൾ ഞങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ. ഓ, എന്നാ പിന്നെ നിങ്ങൾ ഞാൻ അങ്ങോട്ട്. അല്ല, ഞങ്ങൾ ഇറങ്ങും അങ്കിൾ. ആണോ? ലേറ്റ് ആയിരുന്നു. ബൈ ബൈ ബൈ. എന്റെ ബാഗ് ഒന്ന് എടുക്കണേ അവിടെ. ബൈ ബൈ ബൈ. ഇത് ഞാൻ നിങ്ങളെടുത്തേ. ഓ, ഓക്കേ, ബൈ. അപ്പൊ എത്തിയിട്ട് വിളിക്കാം. ബൈ നിങ്ങളെ. അങ്കിൾ ബൈ. കമ്പൈൻ സ്റ്റഡിയും ഫ്രണ്ട്സിന്റെ വീട്ടിലുള്ള കൂടുതലൊക്കെ ഇപ്പോഴത്തെ കുട്ടികളുടെ പതിവാ. നന്ദേട്ടന് അതിന് പാനിക്കാവുന്ന എന്തിനാ? പാനിക്കാവണതല്ല, എങ്കിലും ഈ ആൺകുട്ടികളുമായിട്ട് ആവശ്യത്തിൽ കൂടുതലുള്ളൊരു ഇന്റിമസി അത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല. ഇപ്പോഴത്തെ പിള്ളേർ നമ്മളെക്കാൾ ഫോർവേഡായി ചിന്തിക്കുന്നവരാണ്. അവരത്രയ്ക്ക് ഫ്രീ ആയി പെരുമാറുന്നത് അവരുടെ മനസ്സിൽ കള്ളത്തരമില്ലാത്തത് കൊണ്ടാ. അതെ, കണ്ടിന്യൂസ് ആയി മിസ് കോൾ കണ്ടപ്പോൾ ഞാനാകെ അങ്ങ് പേടിച്ചു. ഇവിടെ പാക്കിങ്ങിന്റെ തിരക്കിലായിരുന്നു. സേവിയർ അങ്ങളുടെ വീട്ടിൽ നിന്ന് പോന്നു. ഓ, ഓഫീസിൽ ഞാൻ എത്തുമ്പോഴേക്കും ആൻറ്റി ഡിന്നറൊക്കെ ഉണ്ടാക്കി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും. എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റുന്നില്ല, ഗസ്റ്റായിട്ട് താമസിക്കുന്ന പോലെ. കറക്റ്റ് ടൈമിൽ ഫാത്തിമയുടെ റൂംമേറ്റ് ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി. ഞാൻ ബാഗും പെട്ടിയെടുത്ത് നേരെ ഇങ്ങ് പോന്നു. എത്തി ഒന്ന് സെറ്റിലായിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചതാ. സത്യത്തിൽ തിരക്കൊക്കെ മടുത്തു നന്ദേട്ടാ. വീട് നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നു. പക്ഷേ മക്കളുടെ കാര്യത്തിൽ എപ്പോഴുും പേരൻസിൻ്റെ ഒരു കണ്ണ് വേണം. ഇതെന്തിനാ പെട്ടെന്ന് ഇവിടെ CCTV ഒക്കെ വെക്കുന്നത്? സെക്യൂരിറ്റിക്ക് വേണ്ടിയല്ലേ അപ്പൂ. അന്ന് കള്ളം കയറിയ ദിവസം ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ അച്ഛന് ദുബായിൽ ഇരുന്നുകൊണ്ട് അത് മൊബൈലിൽ കാണായിരുന്നു. ഓ പിന്നെ, പാതിരാത്രിക്ക് ഉറക്കം ഒഴിച്ച് അച്ഛൻ ഇതും നോക്കിയിരിക്കുകയാണല്ലോ. ഇനി അഥവാ കണ്ടാൽ തന്നെ അവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കാന്നല്ലാണ്ട് വേറെ എന്താ ചെയ്യാ? അച്ഛൻ ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇനി ഇവിടെ നടക്കുന്ന കാര്യങ്ങള് അച്ഛൻ ഫാക്ടറിയിൽ ഇരുന്നുകൊണ്ട് കാണും. രാമേട്ടാ, ഓ, ഈ ബില്ലിലുള്ളതൊക്കെ കമ്പ്യൂട്ടറിൽ കയറിയിട്ടുണ്ടല്ലോ അല്ലേ? ഇത് മുഴുവനും കയറ്റിയിട്ടുണ്ട്. ഓ, എന്നിട്ട് വന്നേ. आपकी बेटी है? हाँ, बहुत सुंदर है. അതിന് अल्लाह, अच्छन को इतना सौंदर्य है तो मोളും സുന്ദരി होगी. പണിയെടുക്കട്ടെ. ഓടാ.
ഇതിനാണ് മോളെ കൊണ്ട് ഐസ്ക്രീം മേടിക്കാൻ പോക്കല്ലേ? അച്ഛന് വല്ല ബോധമുണ്ടോ? പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചാലേ പേരൻസിനാണ്ട് പിടിച്ച് അകത്തിടുക. അവള് നന്നായിട്ട് വണ്ടി ഓടിക്കണ്ട. നിന്നോട് ലൈസൻസ് കിട്ടുന്നവർ വണ്ടി എടുക്കാൻ പാടില്ല നമ്മ പറഞ്ഞിട്ടില്ലേ? ഒരു സാധനം പറഞ്ഞാൽ അനുസരിക്കില്ല എന്ന് എന്തത്ര വലിയ വാശി? മോളിങ്ങോട്ട് പോരെ, അമ്മമ്മ നല്ല പാലപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ കൂടി കൊഞ്ചിച്ച അവളെ വഷളാക്കിയത്. നീ ഒന്നും മിണ്ടാതിരിക്കുക, അതിലൂടെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വയസ്സായ അച്ഛനെ വെച്ചോണ്ടല്ലേ അവള് വണ്ടി ഓടിച്ചത്. എവിടെയെങ്കിലും പോയി തട്ടുവോ മറിയോ ചെയ്തിരുന്നെങ്കിൽ ആരാ സമാനം പറയാ? എടി അവിടെ നിൽക്കാൻ. അപ്പോ മോളെ, അപ്പോ ദേ നിന്റെ ഐസ്ക്രീം പോയി വിളിച്ചോണ്ടാ. ഞാൻ നടന്നു വെക്കോളാം. കേറാനല്ലേ പറഞ്ഞത്? ഒന്ന് സോഫ്റ്റ് ആയിട്ട് ചെയ്യണ്ട അപ്പൂ. ഈ ടീനേജ് എന്ന് പറയുന്നതേ നമ്മുടെ ക്യാരക്ടർ രൂപപ്പെടുന്ന പ്രായമാണ്. അനാവശ്യമായിട്ടുള്ള വാശിയും അനുസരണക്കേടൊക്കെ ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നീട് നിനക്ക് പോലും നിന്നെ തിരുത്താൻ പറ്റാണ്ടാവും. അച്ഛനോട് വരുന്നവരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഓ, അപ്പൊ എന്റെയാണോ കുഴപ്പം? ആയിരിക്കും. 10-14 കൊല്ലമായിട്ട് അച്ഛൻ തരാതെ വെച്ചിരുന്ന അടിയൊക്കെ എന്റെ മോള് ഹോൾസെയിലായിട്ട് മേടിക്കുന്ന തോന്നുന്നു. എനിക്കിന്ന് ഫുഡ് വേണ്ട. ഗുഡ് നൈറ്റ്. ലഞ്ച് ബോക്സ് എടുത്തില്ല. ഈ വീക്കെൻഡില് വീട്ടിലൊന്ന് പോയി വരാന്ന് വിചാരിക്ക. മൺഡേ ലീവ് കിട്ടിയിരുന്നെങ്കിൽ. മൺഡേ മാത്രമല്ല, ഈ സാറ്റർഡേ സൺഡേയും ആർക്കും ലീവില്ല. റിലീഫ് ക്യാമ്പിൽ ഡ്യൂട്ടി ഉണ്ടല്ലോ അവർക്കും. മോളെ വിട്ട് ഇത്രയും ദിവസം ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത്. അതുകൊണ്ടാ സാർ. എന്നാ പിന്നെ മോളെ നോക്കി വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നു. ഞങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ ജോലിക്ക് വന്നത്? ഈ ഓഫീസ് ഒരു എമർജൻസി സെന്റർ കൂടിയാണ്. അത് ഓർത്താ കൊള്ളാം. വരും. തഹസീൽദാരുടെ ഒപ്പൊക്കെ ഉണ്ടല്ലോ? ഉണ്ട് സാർ. ഇനി കമ്പനിയിലേക്ക് തിരിച്ചു പോകണ്ട. വണ്ടി വീട്ടിലിട്ടിട്ട് രാവിലെ കൊണ്ടുവന്നാൽ മതി. ഡാമേറ്റിനോട് ഞാൻ പറഞ്ഞോളാം. എന്താ ലൈറ്റ് ഒന്നും ഇടാത്ത? അപ്പോ അപ്പോ ഇന്നിവിടെ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. തന്നെയല്ല, നന്ദൻ വൈകുന്ന കാര്യം പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഞാനങ്ങോട്ട് പോയില്ല. വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ കാണും. അല്ല, കാണും. ലോറൻസ് വരുമ്പോ പറഞ്ഞാൽ മതി. ഞങ്ങളെല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ട് നിന്റെ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ പലരും ഞങ്ങളോട് പറഞ്ഞു റിയാക്ട് ചെയ്യണോ. അന്നത്തെ കമ്മീഷണറും MLA ഒക്കെ അപ്പച്ചൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. ഒരു വാക്ക് വിളിച്ച് പറഞ്ഞാൽ മതി. പക്ഷെ അന്ന് അപ്പച്ചൻ ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? അവളെ വിഷമിപ്പിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. അതാണ് മോളെ ഈ കുടുംബത്തിൻ്റെ കൾച്ചർ. ഈ സംസ്കാരം, കുടുംബമഹിമ എന്നൊക്കെ പറയുന്നത് ചുമ്മാതങ്ങ് ഉണ്ടാവുന്നതല്ല മോളെ. അതിനടിസ്ഥാനപരമായിട്ട് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ വേണം. നിനക്കറിയാമല്ലോ, പ്രൊഫസർ വർഗീസ് കുര്യൻ്റെ മക്കളാണ് ഞങ്ങൾ. നിൻ്റെ ബെറ്റാൻറ്റി ഇല്ലേ, MTech കഴിഞ്ഞ് ഉടനെ സർവീസിൽ കയറിയതാണ് അവൾ. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. എന്നെ നോക്ക്, 2 PG ഒരു PhD ഉണ്ട്. നിൻ്റെ അമ്മയെ പഠിക്കാനൊക്കെ ബ്രില്യൻ്റ് ആയിരുന്നു. പക്ഷെ അവൾക്ക് ജസ്റ്റ് ഗ്രാജുവേറ്റ് ആവാനേ പറ്റുള്ളൂ. ആരാ കാരണം? നിൻ്റെ അച്ഛൻ. നിൻ്റെ അച്ഛനെ പറ്റി പറയുമ്പോൾ ഐ ക്യാൻ ഹെൽപ്പ് സെയിങ് ദിസ്. വെറും 10ാം ക്ലാസ്സാണ്. അത് കഴിഞ്ഞ് ITIയിലോ മറ്റോ സർട്ടിഫിക്കറ്റ് എന്തോ സംഘടിപ്പിച്ച് ദുബായിലേക്ക് ഓടിപ്പോയ വെറും ഒരു മെക്കാനിക്. സോ ആ കൾച്ചറൽ ഡിഫറൻസ് ക്യാരക്ടറിലും പാരൻറ്റിങ്ങിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ മോളൊരു കാര്യം മനസ്സിലാക്കും,
സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് നിന്റെ അച്ഛൻ. നിന്നെ ഉപദേശിക്കുന്നതും വഴക്ക് പറയുന്നതൊക്കെ നീ നന്നാവാൻ വേണ്ടി മാത്രമാണ്. മോളെ ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയ നിന്റെ ഭാഗ്യമാണ് അല്ലേ? 100 ആയുസ്. ഞാൻ അതേ ഒരു അച്ഛൻ എങ്ങനെയായിരിക്കണമെന്ന് ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കായിരുന്നു. ഓ നന്നായി. ഇങ്ങോട്ടാണ് വരുന്നത് നിനക്കൊന്ന് വിളിച്ചു പറയായിരുന്നില്ല? അപ്പോൾ നന്ദനോട് പറയാതെയാണോ പോകുന്നത്? മോളെ ദാറ്റ്സ് വെരി ബാഡ്. വാ പോവാം വാ. ഇന്ന് ഇവിടെ നിൽക്കട്ടെ നന്ദ, രാവിലെ ഞാൻ കൊണ്ടാക്കി തരാം. അതൊന്നും ശരിയാവില്ല, സമയത്രയിലായിട്ടുള്ളൂ. വാ ബാഗ് എടുക്ക് വാ. മോളെ ചെല്ല്, അച്ഛനല്ലേ വിളിക്കുന്നത്. ചെല്ല് ചെല്ല് ചെല്ല്.